Good morning, students. Today we are going to learn how to solve a quadratic equation by factorization. അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ റൈറ്റ് ദ ഗിവൺ എക്സ്പ്രഷൻ ഇൻ ദ ഫോം ഓഫ് സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷനെ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോം a² + bx + c = 0 എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതും. ഓക്കെ, then we will write it as product of factors. then നമ്മൾ അതിനെ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതും. അതായത് ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ആ ഇക്വേഷനെ നമ്മൾ എഴുതും. then we will equate each factors with 0. അതായത് 0 ആയിട്ട് ഈ ഓരോ ഫാക്ടേഴ്സിനെ ഇക്വേറ്റ് ചെയ്യും. അതിനകത്ത് നമുക്ക് എക്സിന്റെ വാല്യൂസ് കിട്ടും. സോ നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാകും. സോ നമുക്കൊന്ന് നോക്കാം. ഫാക്ടറൈസ് x² = 5x. ഫാക്ടറൈസ് x² = 5x. സോ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ax² + bx = 0 എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതും. ഓക്കെ, സോ എന്ത് കിട്ടും, x² - 5x = 0 എന്ന് എഴുതാം. സോ ഇത് ax² + bx + c = 0 എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ആയി അല്ലെ. ദെൻ രണ്ട് ടേമിലും x കോമൺ ആയിട്ട് എടുക്കാം അല്ലെ. x is common in each term, so we can take common, so we can write it as x into x minus y = 0. so ഇതിനെയാണ് പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി, ഈ ഒരു എക്സ്പ്രഷനെ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു 0. then in the next step we will equate it with 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും അല്ലെ. സോ ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരു ടേം 0 ആയിരിക്കണം അല്ലെ. 1 × 1 0 കിട്ടുമോ? ഇല്ലല്ലോ. 1 × 0 ചെയ്താലല്ലേ 0 കിട്ടുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു നമ്പർ 0 ആയിരിക്കണം അല്ലെ. സോ നമുക്ക് എന്ത് എഴുതാം, x is equal to 0 or x minus 5 must be equal to 0 എന്ന് എഴുതാം അല്ലെ. then x is equal to 0 or ഈ -5 അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തോ ഒരു +5, ദാറ്റ് ഈസ് x is equal to 5. സോ നമുക്ക് എന്ത് കിട്ടി, സൊല്യൂഷൻ കിട്ടി, x equal to 0 or x equal to 5. ഓക്കെ, now let's do the exercise. Exercise 5C, 16th question. 2x² - 9x + 10 = 0 when first part x element of n, second part x element of q. So നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അതായത് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് പാർട്ടിൽ എക്സ് എലമെന്റ് ഓഫ് n ആണെങ്കിൽ എന്തായിരിക്കും, സെക്കൻഡ് പാർട്ടിൽ എക്സ് എലമെന്റ് ഓഫ് q ആണെങ്കിൽ എന്തായിരിക്കും. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇക്വേഷൻ എഴുതി. then 2x² - 9x + 10 = 0 അല്ലെ. സോ ഇതിനെ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതും, ഇതിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതും, വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. സോ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 അല്ലെ. നടുവിലുള്ളത് 9x, ഇവിടെയുള്ളത് ആദ്യമുള്ളത് 2x². സോ 10 ആയതുകൊണ്ട് തന്നെ ഈ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മിഡിൽ ടേം ഈ 9x-നെ നമ്മൾ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എങ്ങനെയൊക്കെ ഒന്നെങ്കിൽ ആഡ് ചെയ്തോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തോ ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കോമൺ എടുത്ത് അങ്ങനെ കോമൺ എടുത്തെടുത്ത് ബ്രാക്കറ്റിലാക്കി പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആയി എഴുതും. സോ അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തത്. സോ 10 ആയതുകൊണ്ട് തന്നെ എന്താ, 10ന്റെ അടുത്ത് 10ന്റെ ഒരു അല്ലെങ്കിൽ 5ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 10. സോ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതും, 9x-നെ -4x - 5x എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. സോ ഇവിടെ ഏതാണ് നമ്പർ, ആ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സോ ഒക്കെ വെച്ച് വേണം സ്പ്ലിറ്റ് ആയിട്ട് എഴുതാൻ. എന്നിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കണം, കോമൺ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. സോ അങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, 2x² - 4x - 5x + 10 = 0 എന്ന് എഴുതാം. ഈ ഫസ്റ്റ് 2 ടേംസിൽ നിന്നും 2x കോമൺ അല്ലെ. സോ നമ്മൾ 2x കോമൺ എടുത്ത് എന്ത് എഴുതും, 2x × x - 2 മൈനസ് ഇവിടെയും അതെ 5 കോമൺ.
5 into x minus 2 is equal to 0 എന്ന് എഴുതും. ദെൻ ഇതിനെ ഈ എക്സ്പ്രഷനെ നമുക്ക് എന്തെഴുതാം? ഇവിടെ എക്സ് മൈനസ് 2 കോമൺ, ഇവിടെ എക്സ് മൈനസ് 2 ഉണ്ട്, ഇവിടെ എക്സ് മൈനസ് 2 ഉണ്ട്. അതായത് എക്സ് മൈനസ് 2 ഈസ് കോമൺ അല്ലെ. സോ നമുക്ക് എക്സ് മൈനസ് 2 ഈ രണ്ട് വലിയ ടേമിൽ നിന്നും കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുക്കാം. സോ എക്സ് മൈനസ് 2 ഒരു ബ്രാക്കറ്റിൽ എഴുതി, ദെൻ പുറത്തുള്ളത് വെളിയിലുള്ളത് ഒരു ബ്രാക്കറ്റിൽ എഴുതുക. ദാറ്റ് ഈസ് 2x minus 5 വേറൊരു ബ്രാക്കറ്റിൽ എഴുതുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ അകത്ത്, അതായത് രണ്ടിടത്തും സെയിം ബ്രാക്കറ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അകത്തുള്ള ബ്രാക്കറ്റ് ഇൻറ്റു പുറത്തുള്ളതിന്റെ ബ്രാക്കറ്റ്. ഓക്കെ, സോ അങ്ങനെ എഴുതി ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് എഴുതി. ദെൻ ഓരോ ഫാക്ടേഴ്സും എന്ത് ചെയ്യണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റിംഗ് വി ഗെറ്റ് x minus 2 is equal to 0 or 2x minus 5 is equal to 0. അല്ലേ? Then this implies x equal to 0 or 2x equal to 5. അല്ലേ? That is x equal to 2 or x equal to 5 by 2. നമ്മൾ xന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ x ഈക്വൽ ടു 2 or x ഈക്വൽ ടു 5 by 2 എന്ന് കിട്ടും. സോ ഫസ്റ്റ് പാർട്ട് എന്താ? എക്സ് എലമെന്റ് ഓഫ് എൻ. എക്സ് എലമെന്റ് ഓഫ് എൻ ആവുമ്പം ആൻസർ എന്തായിരിക്കും? അതായത് എക്സിന്റെ വാല്യൂ നാച്ചുറൽ നമ്പർ വരണം. ഇതിലേതാ നാച്ചുറൽ നമ്പർ? 2 അല്ലേ. സോ എക്സ് എലമെന്റ് ഓഫ് എന്നിന്റെ ആൻസർ എക്സ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ എക്സ് ഈസ് ഈക്വൽ ടു 2. സെക്കൻഡ് പാർട്ട് എക്സ് എലമെന്റ്. സോ വി ഹാവ് ഗോട്ട് ദ സൊല്യൂഷൻ ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 2 ഓർ എക്സ് ഈക്വൽ ടു 5 by 2. സോ ഫസ്റ്റ് പാർട്ട് എക്സ് എലമെന്റ് ഓഫ് എൻ ആവുമ്പോൾ സൊല്യൂഷൻ ഏതാണെന്നാണ്. So x element of n ആകുമ്പോൾ solution is 2. x element of q ആകുമ്പോൾ, that is second part, x element of q ആകുമ്പോൾ solution is 5 by 2. q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ്. സോ രണ്ട് സൊല്യൂഷൻസിൽ റാഷണൽ നമ്പേഴ്സ് ആയിട്ടുള്ള ഏത് നമ്പറാണ് അതാണ് എഴുതേണ്ടത്. സോ x equal to 5 by 2 is a rational number. സോ അതൊരു സൊല്യൂഷൻ ആകും. ഓക്കെ, നൗ ലെറ്റ്സ് റീഡ് അനദർ ക്വസ്റ്റ്യൻ. 21. Find the quadratic equation where the solution set is set of 3, 5. So ഇവിടെ നമുക്ക് സൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ദ റിവേഴ്സ് പ്രോസസ്. ഓക്കെ, സോ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 3, 5 ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 3 ഓർ എക്സ് ഈക്വൽ ടു 5 അല്ലേ. സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഈക്വൽ ടു 3 ഓർ എക്സ് ഈക്വൽ ടു 5. Then the equation will be x minus 3 into x minus 5. This is the actually the reverse process ആണ്. നമ്മൾ ഇക്വേഷൻ ആകുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, സോ ദ സൊല്യൂഷൻ വിൽ ബി the equation will be x minus 3 into x minus 5 equal to 0. x equal to 3 അകത്തുനിന്ന് x minus 3 എന്ന് എടുക്കാം, x equal to 5 അകത്തുനിന്ന് x minus 5 എന്ന് എടുക്കാം. സോ ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇംപ്ലൈസ് x into x minus 5 minus 3 into x minus 5 equal to 0. ഇത് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യുക, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x square minus 5x minus 3x plus 15 equal to 0. That is x square minus 8x plus 15 equal to 0. So we have got the quadratic equation x square minus 8x plus 15 equal to 0. Okay. 24th question. Find value of x if a plus 7 equal to 0, p plus 10 equal to 0 and 12x square equal to x minus b. So we have given the value of a plus 7 equal to 0 and b plus 10 equal to 0. We have to find the value of x. Also we have given the expression. Okay. So from a plus 7 equal to 0 we can write a equal to minus 7. Similarly in b plus 10 equal to 0 implies b equal to minus 10. Okay. Now we will substitute the value of a and b in the given expression. So we can write it as 12x square equal to minus 7x x plus 10.
arranging, we can write it as 12x square plus 7x minus 10 equal to 0. Now we will write 7x as the... So we have got 12x square plus 15x minus 8x minus 10 equal to 0. Okay. So 7x ne ningal or idea vechittu sum allengi difference of terms aayittu ezhuduka. Then common edukkan pattunundo nokka. So anganeyana nammal idu cheyyunnathu. Idinoru shortcut method illa. So 3x into 4x plus 5 minus 2 into 4x plus 5 equal to 0 എന്ന് കിട്ടും. എങ്ങനെയാ 3x കോമൺ എടുക്കുക ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്നും, then ഇവിടെ രണ്ട് ടേംസിൽ നിന്നും -2 കോമൺ എടുക്കുക. So writing like this we can see that we have got 4x plus 5 as common in both the terms. Okay. Now taking 4x plus 5 as common, we can write it as 4x plus 5 into 3x minus 2 equal to 0. Okay. അതായത് 4x plus 5 രണ്ട് സൈഡിലും കോമൺ ആണ്. സോ നമ്മളത് കോമൺ ആയിട്ട് എഴുതി. ദെൻ ബ്രാക്കറ്റിന് വെളിയിലുള്ളത് വേറൊരു ബ്രാക്കറ്റിൽ എഴുതുക. ദാറ്റ് ഈസ് 3x minus 2. Okay. ബ്രാക്കറ്റിൽ എഴുതുക ഈക്വൽ ടു 0. Now this product equal to 0 implies either 4x plus 5 equal to 0 or 3x minus 2 is equal to 0. Okay. Thus we got 4x plus 5 equal to 0 or 3x minus 2 equal to 0. That implies 4x equal to minus 5. Okay. Or 3x equal to 2. Which implies x equal to minus 5 by 4. Or x equal to 2 divided by 3. So we got the values of x as minus 5 divided by 4 or 2 by 3. Okay. Now let's look into the next question. 27. Determine whether x equal to minus 1 is a root of x square minus 3x plus 2 equal to 0. So x equal to minus 1 ഒരു റൂട്ട് ആണോ, ഈ ഇക്വേഷന്റെ ഒരു റൂട്ട് ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റൂട്ട് ആകുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ മീനിങ് എക്സ് ഈക്വൽ ടു -1 ഒരു സൊല്യൂഷൻ ആകുമോ എന്നാണ് അല്ലെ. സൊല്യൂഷൻ ആകുന്ന കേസ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. എന്ത് ചെയ്യണം, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് സൊല്യൂഷൻ ആണ്. അതുപോലെ തന്നെയാണ് റൂട്ടും കേട്ടോ. സോ നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൽ ടു -1 ഒരു റൂട്ട് ആകണമെങ്കിൽ അത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ചെയ്യുവാണെങ്കിൽ അതൊരു റൂട്ടാണ്, ഇല്ലെങ്കിൽ റൂട്ട് അല്ല. സോ now substituting the value of x equal to -1 in the given equation x square minus 3x plus 2, we get -1 the whole square. -3 into -1 plus 2. Instead of x, we will just substitute the value of -1. Okay. Now -1 square is +1. Plus -3 into -1 becomes +3. Then +2. So adding, we get this value equal to 6. We know that 6 is never equal to 0. Okay. So x equal to -1 equation satisfy ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ മാത്രമേ ഇത് സാറ്റിസ്ഫൈ ആവുള്ളൂ. ഇവിടെ നമുക്ക് ചെയ്തു വന്നപ്പോൾ 6 ആണ് കിട്ടിയത്. 6 0യോട് ഇക്വലന്റ് ആണോ? അല്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൽ ടു -1 ഈസ് നോട്ട് എ root of the given equation. Okay.